മലപ്പുറം തവനൂരിൽ വിദ്യാർത്ഥിയെ കൂട്ടം കൂടി മർദ്ദിച്ചെന്ന് പരാതി. കേളപ്പൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി നസഫിനാണ് ക്രൂരമർദ്ദനമേറ്റത്. നസഫിന്റെ മുഖത്തും നെഞ്ചിലും കഴുത്തിലും പരിക്കേറ്റു. നസഫിന്റെ സുഹൃത്തുക്കളെയും ക്രൂരമായി മർദ്ദിച്ചു. യാതൊരു കാരണവുമില്ലാതെയാണ് 50ഓളം പേർ ചേർന്ന് മർദ്ദിച്ചതെന്ന് നസഫ് പറഞ്ഞു. കുടുംബം കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് ഒരു കൂട്ടം സംഘം മലപ്പുറം തവനൂർ കേളപ്പൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ നസാഫിനെയും സുഹൃത്തുക്കളെയും ഒരു കൂട്ട സംഘം എത്തി ക്രൂരമായി മർദ്ദിച്ചത്. നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ മുഖത്തുൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു. ആശുപത്രിയിലായിരുന്നു നസാഫ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളി പോണ വഴിയാണ്. അപ്പോൾ കുറേ ചെക്കന്മാരോടൊന്നിട്ട് ഓടി വരികയാണ്. കാര്യമൊന്നും അറിയില്ല. അവിടെ ഞങ്ങളുടെ മാറി കൊടുക്കണ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ഞങ്ങളെ തല്ലുണ്ടായത്. എന്ത് പറഞ്ഞു? ഒന്നും പറയണില്ല, നേരിട്ട് വന്ന് അടിക്കണ ഒരു ചെയ്യണ്. എത്ര പേര് ഉണ്ടായിരുന്നു? ഒരു 19 ആൾക്കാരുണ്ടായിരുന്നു. അത് സ്കൂൾ കുട്ടികളാണോ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളും കളർ ഡ്രസ്സിൽ വന്ന കുറേ ആൾക്കാരുണ്ടായി. അല്ല, എന്തായിരുന്നു ഇത് നടക്കായിരുന്നു? കായികമേള എന്തായിരുന്നു സംഭവം? സ്പോർട്സ് അടക്കായിരുന്നു. കായികമേള സബ് ജില്ല കായികമേള നടക്കായിരുന്നു. ഇത് പല സ്കൂളുകളിലും വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞായിരുന്നു ഈ ഒരു അക്രമം? ഒന്നും പറയല്ലേ, നേരിട്ട് വന്ന് അടിക്കണം അവർ. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞാൻ പള്ളി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഉമ്മയുടെ ഫോണിലേക്കാണ് കോൾ വന്നത്. അപ്പോൾ സാറായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ട് ഇങ്ങനെ ഫസാന സാബിന് ചെറിയ പരിക്കുണ്ട്, ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖമൊക്കെ അടിച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇവിടെ മുഖമൊക്കെ വീർത്തിട്ട് അത്രയും 2 സൈഡും പിന്നെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു കുറേ മുറികളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇക്കാക്ക ഇങ്ങനെ കാട്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് വടിയും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്ത് അടിച്ച് എന്താണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പള്ളിയിലേക്ക് പോവുമായിരുന്നു എന്നാണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്. ഞാൻ അവിടെ അപ്പോൾ അവിടെ സബ് ജില്ല എന്തോ നടക്കുന്നുണ്ട്, വേറെ ഏതൊരു സ്കൂളിൻ്റെ വേറെ ഒരു ഇതിൻ്റെ സബ് ജില്ല നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഇവരെ വേറെ ഏതോ ക്ലാസ്സുകൾ തമ്മിൽ എന്തോ ക്ലാസ്സിലെ കുട്ടികൾ അവിടുത്തെ ആരായിട്ടോ എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ പേരിൽ ഇവരെ യൂണിഫോം കണ്ടിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, അടിച്ചിട്ടുള്ളത്. അവർ യൂണിഫോം കാണുന്നവരെയൊക്കെ പിടിച്ചിട്ട് വേറെയും 2-3 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. ഇപ്പോൾ ഇത് ആർക്കെങ്കിലും പരാതി കൊടുക്കുന്നു? ഞങ്ങൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ പോയിട്ട് അന്ന് വൈകിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇരിമ്പിളിയം, വളാഞ്ചേരി എന്നൊക്കെ അവർ പ്രത്യേകം അവർ തന്നെ പറയുന്നുണ്ട്. ഈ മർദ്ദനത്തിരയായവരാരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടല്ലോ, മർദ്ദിച്ചവരെ ആക്രമിച്ച ആരെങ്കിലും? മറ്റുള്ള കുട്ടികളെ അവർക്ക് അറിയുന്ന കുട്ടികളുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ കേസുമായി മുന്നോട്ട് പോകും. ക്രൂരമായി മർദ്ദനത്തിനിരയായി കഴുത്തിലും മുഖത്തും അതോടൊപ്പം വയറിനും ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചു. അതോടൊപ്പം ഇവരുടെ സുഹൃത്തുക്കൾക്കും മർദ്ദമേറ്റു എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറ്റിപ്പുറം പോലീസിന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.